ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. IPL 18ാം സീസൺ അങ്ങനെ ആവേശത്തോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. 17 വർഷങ്ങളിലേക്ക് അത്തിരിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് ചിന്നസ്വാമി രാജാക്കന്മാർ RCB അങ്ങനെ IPL കിരീടം ഉയർത്തിയിരിക്കുകയാണ്. വളരെ മനോഹര നിമിഷങ്ങൾ സമ്മാനിച്ച IPLൻ്റെ ഒരു 18ാം സീസൺ കൂടി അല്ലെങ്കിൽ 18ാമത്തെ അധ്യായം കൂടി അങ്ങനെ പടിയിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ IPL സീസൺ അവസാനിക്കുമ്പോൾ അടുത്ത വർഷം നമുക്കറിയാം മിനി ഓപ്ഷനാണ് നടക്കാൻ പോകുന്നത്. കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ടീമുകളിലൊന്നും നമുക്ക് കാണാൻ സാധിച്ചേക്കില്ല. അത്ര പ്രാധാന്യമില്ലാത്തൊരു ഓപ്ഷൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം മിനി ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ അധികം താരങ്ങൾ വരാനുള്ള സാഹചര്യമില്ല. അതോടൊപ്പം തന്നെ ടീമുകൾ റിലീസ് ചെയ്ത താരങ്ങൾ തന്നെയായിരിക്കും പ്രധാനമായും ഓപ്ഷൻ പോഡിയത്തിലേക്കും എത്താൻ പോകുന്നത്. അപ്പോൾ എന്നിരുന്നാലും ചില ടീമുകളെ സംബന്ധിച്ച് വമ്പൻ അഴിച്ചുപണികൾക്ക് തന്നെയുള്ള ഒരു അവസാനവട്ട ഒരുക്കം തന്നെയാണ് അടുത്ത വർഷത്തെ IPL 2026 സീസൺ മുന്നോടിയായിട്ടുള്ള മിനി ഓപ്ഷൻ. അപ്പോൾ നേരത്തെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ 10 ടീമുകളുടെയും അടുത്ത IPL സീസണിലേക്കുള്ള ഒരു പ്ലാനിങ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തുമെന്ന്. സോ ആ ഒരു വീഡിയോ സീരീസിൻ്റെ 1ാം എപ്പിസോഡുമായിട്ടാണ് ഇപ്പോൾ മേക്ക് സ്റ്റുഡിയോ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിയിട്ടുള്ളത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കൂടുതൽ കായിക വാർത്തകൾ കൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. അപ്പം ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം. തുടക്കത്തിൽ പറഞ്ഞ പോലെ അടുത്ത വർഷം മിനി ഓപ്ഷനാണ് നടക്കാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും വലിയ പേരുകെട്ട താരങ്ങളൊന്നും ഓപ്ഷൻ പോഡിയത്തിലേക്ക് എത്താൻ പോകില്ല. കാരണം മിനി ഓപ്ഷനാണ്. അതോടൊപ്പം തന്നെ ടീമുകൾ റിലീസ് ചെയ്ത് ചില പ്രധാനപ്പെട്ട താരങ്ങൾ മാത്രമായിരിക്കും. അതോടൊപ്പം തന്നെ ഇക്കഴിഞ്ഞ IPL ഓപ്ഷനിൽ അൺസോൾഡായി പോയ ചില പ്രധാനപ്പെട്ട താരങ്ങളും ഓപ്ഷൻ ടേബിളിലേക്ക് എത്തും. അതോടൊപ്പം തന്നെ വലിയ പഴ്സുകളൊന്നും ടീമുകൾ മുടക്കാനും സാധ്യതയില്ല. അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആ ഒരു വീഡിയോ സീരീസിൽ 1ാം എപ്പിസോഡുമായിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് മേക്ക് സ്റ്റുഡിയോ എത്തിയിട്ടുള്ളത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് രാജസ്ഥാൻ റോയൽസിൻ്റെ അടുത്ത സീസണിലെ ആ ഒരു ഓപ്ഷൻ പ്ലാനിങ് അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ സ്ട്രാറ്റജി എങ്ങനെയായിരിക്കുമെന്നാണ്. ഇക്കഴിഞ്ഞ IPL സീസണിൽ വളരെ ദൗർഭാഗ്യകരമായ ഒരു പ്രകടനമായിരുന്നു രാജസ്ഥാൻ റോയൽസ് കാഴ്ചവെച്ചത്. തങ്ങളുടെ 2ാം IPL കിരീടം ലക്ഷ്യമിട്ടിറങ്ങിയ രാഹുൽ ദ്രാവിഡിൻ്റെ സംഘത്തിന് പക്ഷേ സീസണിൽ 9ാം സ്ഥാനത്ത് അവസാനിപ്പിക്കാനായിരുന്നു വിധി. 14 മത്സരങ്ങളിൽ നിന്ന് 4 വിജയങ്ങൾ മാത്രമായിരുന്നു രാജസ്ഥാൻ റോയൽസിൻ്റെ സമ്പാദ്യം. 10 മത്സരങ്ങൾ പരാജയപ്പെട്ടപ്പോൾ 8 പോയിൻറ്റുമായി ചെന്നൈക്ക് തൊട്ടുമുകളിൽ 9ാം സ്ഥാനത്താണ് RR സീസൺ അവസാനിപ്പിച്ചത്. ഇക്കഴിഞ്ഞ IPL സീസണിലെ രാജസ്ഥാൻ റോയൽസിൻ്റെ താരങ്ങളുടെ പ്രകടനം എന്ന് പരിശോധിക്കുകയാണെങ്കിൽ ലീഡിംഗ് റൺ സ്കോർ എന്ന് പറയുന്നത് ഇടങ്കയൻ ഓപ്പണിംഗ് ബാറ്റർ യശസ്വി ജയ്സ്വാൾ തന്നെയാണ്. 559 റൺസാണ് ജയ്സ്വാൾ അടിച്ചു കൂട്ടിയത്. 11 വിക്കറ്റുകളുമായി കൂടുതൽ വിക്കറ്റ് നേട്ടത്തിൽ ശ്രീലങ്കൻ താരം വനിതു ഹസരംഗയാണ്. കൂടുതൽ സിക്സറുകൾ നേടിയത് സ്വാഭാവികമായിട്ടും യശസ്വി ജയ്സ്വാൾ തന്നെയാണ്. 28 സിക്സറുകളാണ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലുള്ളത്. ഹയസ്റ്റ് ഇൻഡിവിജ്വൽ സ്കോർ എന്ന് പറയുന്നത് യുവതാര വൈഭവ് സൂര്യവംശിയുടെ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ നേടിയ 38 പന്തിൽ 101 റൺസിൻ്റെ ആ ഒരു മാച്ച് വിന്നിംഗ് ഇന്നിങ്സ് തന്നെയാണ്. മികച്ച ബോളിംഗ് വനിതു ഹസരംഗ തന്നെയാണ്. CSKക്കെതിരെ 4 ഓവറിൽ 35 റൺസ് തുടങ്ങി 4 വിക്കറ്റുകൾ നേടിയതായിരുന്നു അതിൻ്റെ മികച്ച ബോളിംഗ് പ്രകടനം. മികച്ച എക്കോണമി പക്ഷേ രാജസ്ഥാൻ റോയൽസിൻ്റെ ബൗളർമാരിൽ ഒരു തമാശ ജനിപ്പിക്കുന്നൊരു ഫാക്റ്റ് തന്നെയാണ്. കാരണം ഇത്രയും വലിയ പേരുകേട്ട ബോളർമാരുണ്ടായിട്ട് ജോഫ്ര ആർച്ചർ, വനിതു ഹസരംഗ തുടങ്ങിയ പേരുകേട്ട ബോളർമാരുണ്ടെങ്കിൽ പോലും മികച്ച എക്കോണമിയിൽ രാജസ്ഥാൻ റോയൽസിനുണ്ട് ഈ ഒരു സീസണിൽ ബോൾ ചെയ്ത് അവരുടെ പാർട്ട് ടൈം ബോളറായിട്ടുള്ള അവരുടെ സ്റ്റാൻഡിംഗ് ക്യാപ്റ്റനായിരുന്ന റിയാൻ പരാഗാണ്. 8.5 അതിൻ്റെ ആ ഒരു ബോളിംഗ് എക്കോണമി. ഹയസ്റ്റ് ടീം ടോട്ടൽ എന്ന് പറയുന്നത് സീസണിലെ ഫസ്റ്റ് മത്സരത്തിൽ SRHനെതിരെ 286 റൺസ് ചേസ് ചെയ്തിറങ്ങിയ രാജസ്ഥാൻ റോയൽസ് നേടിയ 242 റണ്ണാണ്. ഇതാണ് RRൻ്റെ ഈ ഒരു സീസണിലെ ഹോൾ സ്റ്റാറ്റ് എന്ന് പറയുന്നത്. ഇനി രാജസ്ഥാൻ റോയൽസിൻ്റെ അടുത്ത സീസണിൽ റീറ്റെയിൻ ചെയ്യാനും റിലീസ് ചെയ്യാനും ഉള്ള ചില പ്രധാനപ്പെട്ട താരങ്ങളുടെ ലിസ്റ്റിലേക്ക് നമുക്കൊന്ന് പോകാം. മിനി ഓപ്ഷനാണ്. മാക്സിമം ഒരു 6 to 8 പ്ലെയേഴ്സിനെ ആയിരിക്കും ഒരു ടീമിന് റീറ്റെയിൻ ചെയ്യാൻ സാധിക്കുക. അത്ര വലിയ ഓപ്ഷനൊന്നും അല്ല. സോ രാജസ്ഥാൻ റോയൽസ് എന്തുകൊണ്ടൊരു വമ്പൻ മാറ്റത്തിന് തന്നെയാണ് തയ്യാറെടുക്കുന്നത്. കാരണം ഈ സീസണിൽ അത്ര മികച്ച പ്രകടനമല്ല ദ്രാവിഡിൻ്റെ സംഘത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചത്. സ്വാഭാവികമായിട്ടും വലിയ അഴിച്ചുപണികൾ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും രാജസ്ഥാൻ റോയൽസിന് നടത്തേണ്ടതായിട്ടുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി രാജസ്ഥാൻ റോയൽസ് നിലനിർത്താൻ സാധ്യതയുള്ള കുറച്ച് താരങ്ങൾ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ, ഓപ്പണിംഗ് ബാറ്റർ യശസ്വി ജയ്സ്വാൾ, സ്റ്റാൻഡിംഗ് ക്യാപ്റ്റൻ റിയാൻ പരാഗ്, അവരുടെ ഈ സീസണിൽ അവർ കോടികൾ മുടക്കി കൊണ്ടുവന്ന ഇംഗ്ലീഷ് പേസർ ജോഫ്ര ആർച്ചർ, അതോടൊപ്പം തന്നെ യുവതാരം വൈഭവ് സൂര്യവംശി, പിന്നെ വനിതു ഹസരംഗയും ഒരു പക്ഷേ രാജസ്ഥാൻ റോയൽസ് വിട്ട് കളഞ്ഞേക്കില്ല. കാരണം ഈ സീസണിൽ അവരുടെ ലീഡിംഗ് വിക്കറ്റ് ടേക്കറാണ്. അത്ര എക്കോണമി അല്ലെന്ന് പറയുമ്പോൾ പോലും ഹസരംഗയെ റിലീസ് ചെയ്യുകയാണെങ്കിൽ ഓപ്ഷനിൽ അദ്ദേഹത്തിന് റീപ്ലേസ്മെൻ്റ് ഒരു മികച്ച താരത്തെ കൊണ്ടുവരാൻ ഒരുപക്ഷെ അവർക്ക് സാധിച്ചേക്കില്ല. പിന്നെ ബാറ്റിംഗ് ഓർഡറിൽ ഒന്നുകൂടി കരുത്ത് കൂട്ടാൻ ഒരുപക്ഷെ നിതീഷ് റാണയെ അവർ റീറ്റെയിൻ ചെയ്യും. പിന്നെ യുവതാരമായിട്ടുള്ള യുദ്വീർ സിംഗിനെയും രാജസ്ഥാൻ റോയൽസ് നിലനിർത്താൻ സാധ്യതയുണ്ട്. ഇനി രാജസ്ഥാൻ റോയൽസ് റിലീസ് ചെയ്യാൻ സാധ്യതയുള്ള ചില വമ്പൻ താരങ്ങളുടെ പേരിലേക്ക് വരുവാണെങ്കിൽ ഒന്ന് ഷിംറോൺ ഹെറ്റ്മേറും ധ്രുവ് ജൂറലും തന്നെയാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ പ്രധാനപ്പെട്ട 2 ബാറ്റർമാർ.
ഇക്കഴിഞ്ഞ IPL മെഗാ ഓപ്ഷന് മുൻപ് രാജസ്ഥാൻ റോയൽസ് കോടികൾ മുടക്കി നിലനിർത്തിയ 2 താരങ്ങൾ തന്നെയാണ് കരീബിയൻ പവർ ഹിറ്റർ ഷിമറോൺ ഹെറ്റ്മെയറും ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ധ്രുവ് ജൂറലും. സോ 2 താരങ്ങളെയും ഈ സീസണിൽ അത്ര മികച്ച പ്രകടനമായിരുന്നില്ല. സ്വാഭാവികമായിട്ടും അടുത്ത സീസണിൽ 2 താരങ്ങളെയും രാജസ്ഥാൻ റോയൽസ് റിലീസ് ചെയ്തേക്കും. അതിൽ ധ്രുവ് ജൂറലിനെ സംബന്ധിച്ചുള്ള പുറത്തു വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ഒരുപക്ഷെ ജൂറലിനെ RR ട്രേഡ് ചെയ്യാനും സാധ്യതയുണ്ട്. അത് മറ്റൊരു ടീമിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് അദ്ദേഹത്തിന് പകരം മറ്റൊരു താരത്തെ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് കൊണ്ടുവരാനും സാധ്യതയുണ്ട്. ഇനി രാജസ്ഥാൻ റോയൽസാണ്, രാഹുൽ ദ്രാവിഡിൻ്റെ സംഘമാണ്. നമുക്കൊന്നും ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. കാരണം കഴിഞ്ഞ സീസൺ വരെ വമ്പൻ സ്കോഡ് ഉണ്ടായിരുന്ന രാജസ്ഥാനാണ് ഇത്തവണ ഒരു സ്വാഭാവികമായിട്ടും ദുർബലമായൊരു സ്കോഡിനെ അറിഞ്ഞുകൊണ്ട് തന്നെ സ്വന്തമാക്കിയത്. സോ എന്ത് വേണമെങ്കിലും രാജസ്ഥാൻ റോയൽസ് ചെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും മികച്ച ഈ ഒരു റിട്ടൻഷൻ ലിസ്റ്റ് ഇത് തന്നെയായിരിക്കും. സഞ്ജു, ജയ്സ്വാൾ, പരാഗ്, ആർച്ചർ, വൈഭവ് സൂര്യവംശി, വനുദു ഹസരംഗ, യുവതാരം യുധുവീർ സിംഗിനെയും അതോടൊപ്പം തന്നെ ബാറ്റിംഗ് ഓർഡറിൽ ഒന്നുകൂടെ കരുത്ത് കൂട്ടാൻ താരതമ്യേന മികച്ച പ്രകടനം പുറത്തെടുത്ത നിതീഷ് റാണയും RR റീറ്റെയിൻ ചെയ്തിരിക്കും. നമുക്കറിയാം ഈ ഒരു സീസണിൽ രാജസ്ഥാൻ റോയൽസിൽ പ്രധാനപ്പെട്ട ഒരു പോരായ്മ തന്നെയായിരുന്നു ബാറ്റിങ്ങിൻ്റെ ആ ഒരു വീക്ക്നെസ്. സീസണിൻ്റെ തുടക്ക മത്സരത്തിൽ ഹൈദരാബാദിനെതിരെ 242 സ്കോർ ചെയ്ത് കരുത്ത് തെളിയിച്ച RR ബാറ്റർമാർ പിന്നീട് അങ്ങോട്ട് കളി മറക്കുന്ന പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. ഇതിനിടയിൽ പലതവണ പരിക്കേറ്റ് പുറത്തായ ക്യാപ്റ്റൻ സഞ്ജു സാംസന്റെ അഭാവവും രാജസ്ഥാൻ റോയൽസിൻ്റെ പരിതാപകരമായ പ്രകടനത്തിന് മാറ്റുകൂട്ടിയിട്ടുണ്ട്. ഈ സീസണിൽ 2 മത്സരങ്ങളാണ് രാജസ്ഥാൻ റോയൽസ് ഒരു വിജയത്തിനരികെ എത്തിയിട്ട് കലമുടച്ച് കളഞ്ഞത്. ഡൽഹി ക്യാപിറ്റൽസിനെതിരെ സൂപ്പർ ഓവർ പരാജയപ്പെട്ട RR പഞ്ചാബിനെതിരെ 10 റൺസിനായിരുന്നു പരാജയം ഏറ്റുവാങ്ങിയത്. ഇങ്ങനെ ഒന്നിലധികം മത്സരങ്ങൾ ഇതുപോലെ മത്സരം കൈപ്പിടിയിൽ ഒതുക്കിയതിന് ശേഷം RR വിട്ടുകളഞ്ഞ സാഹചര്യമുണ്ട്. സോ ഇതൊക്കെ മാറ്റിയെടുക്കണം രാഹുൽ ദ്രാവിഡിൻ്റെ സംഘത്തിന്. 2ാം IPL കിടം ലക്ഷ്യമിട്ടിരിക്കുന്ന RRനെ സംബന്ധിച്ച് അടുത്ത മിനി ഓപ്ഷനിൽ ഒരുപാട് വലിയ പദ്ധതികൾ തന്നെ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.